അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലേ, ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ പോയിന്റിലും അതുപോലെ ഇക്വറ്റോറിയൽ പോയിന്റിലും, ഈ രണ്ട് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഡെറൈവ് ചെയ്തു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? രണ്ട് ഡെറിവേഷൻസ് ആണ്, അത് രണ്ടും എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ് ഈ രണ്ട് ഡെറിവേഷൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈനും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോളും ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ചാർജ്, ആ ചാർജ് മറ്റൊരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചും ഒരു ചാർജ്, ആ ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറിച്ചുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ട് ചാർജുകൾ അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ സിംഗിൾ ചാർജുകളെ കുറിച്ച് പറഞ്ഞു, രണ്ട് ചാർജിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ ചാർജുകൾ എപ്പോഴും ഇങ്ങനെ സിംഗിളായിട്ട് അല്ല എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഐസൊലേറ്റഡ് ചാർജുകളെ കുറിച്ചായിരുന്നു. പറഞ്ഞാൽ ചുറ്റാകെ വേറെ ചാർജുകളൊന്നുമില്ല, ഒരു ചാർജ് അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് അടുത്തടുത്ത്. പക്ഷെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് റിയൽ കേസിലുള്ള കാര്യങ്ങളാണ്. അതായത് ചാർജ് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കില്ല ഇരിക്കുന്നത്, ഒരുമിച്ചായിരിക്കും ഇരിക്കുക. സോ ആ ഒരുമിച്ചിരിക്കുന്ന ചാർജുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ചാർജ് ഒരുമിച്ചിരിക്കും എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മൂന്ന് തരത്തിൽ ചാർജ് ഇരിക്കാം. ഒന്ന് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ്റെ പേര് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ഈ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, ഒരു റോഡ്, ഒരു മെറ്റൽ റോഡ്, ഓക്കെ, ഇതൊരു അയൺ റോഡാണെന്ന്, ഇരുമ്പ് കൊണ്ടുള്ള ഒരു ദണ്ടാണെന്ന് വരിക, അയൺ റോഡ്. ഈ അയൺ റോഡിൽ നമ്മൾ കുറച്ച് ചാർജ് കൊടുക്കും, പോസിറ്റീവ് ചാർജ് കൊടുക്കും. സോ പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ഈ കൊടുക്കുന്ന ചാർജ് എന്ത് ചെയ്യും, ഈ ലെങ്തിൽ ഇങ്ങനെ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. യൂണിഫോമായിട്ട് ഈ ലെങ്തിൽ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ റോഡിൻ്റെ ലെങ്ത് L ആണെന്ന് ഇരിക്കുക, L ലെങ്ത് ഉണ്ട്. നമ്മൾ കൊടുത്ത ടോട്ടൽ ചാർജ് എന്ന് പറയുന്ന Q ആണ്. സോ നമ്മൾ കൊടുത്ത ടോട്ടൽ ചാർജ് Q ഈ L ലെങ്തിൽ യൂണിഫോമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. പേരിൽ തന്നെയുണ്ട്, ഒരു ലെങ്തിൽ, ഒരു പർട്ടിക്കുലർ ലെങ്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. So linear charge distribution is the uniform distribution of charge along a particular length. ഒരു നിശ്ചിത നീളത്തിൽ, ഒരു പർട്ടിക്കുലർ ലെങ്തിൽ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, Q ചാർജ് എത്ര ലെങ്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, L ലെങ്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്തിൻ്റെ യൂണിറ്റ് ലെങ്തിൽ, ഈ റോഡിൻ്റെ യൂണിറ്റ് ലെങ്തിൽ എന്തുമാത്രം ചാർജ് കാണും, L ലെങ്തിൽ Q ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് കാണും, യൂണിറ്റ് ലെങ്തിലെ ചാർജ് Q/L ആയിരിക്കും. ശരിയാണോ? L ലെങ്തിൽ Q ചാർജ് ഉണ്ട് എങ്കിൽ, മൊത്തം ചാർജ് Q ആണ്, അത് L ലെങ്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ലെങ്തിലെ ചാർജ് എന്ന് പറയുന്നത് Q/L ആയിരിക്കും. ശരിയാണോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ്. പേരെന്താണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലാംഡ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. സോ എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലാംഡ ഇസ് ഈക്വൽ ടു Q/L, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഇതിൻ്റെ മൊത്തം നീളം L, ഇതിനകത്ത് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജ് Q ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജാണ് Q/L, ദാറ്റ് ഈസ് കോൾഡ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലാംഡ ഇസ് ഈക്വൽ ടു Q/L. യൂണിറ്റ് എന്തായിരിക്കുമോ, ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളോം, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ കൂളോം പെർ മീറ്റർ അല്ലെങ്കിൽ കൂളോം മീറ്റർ റൈസ് ടു -1.
ഓക്കെ, അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഓർത്ത് വെച്ചേക്കുക. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാം. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ്റെ പേരാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചാർജ് യൂണിഫോം ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഈ മെറ്റൽ ഷീറ്റിൽ നമ്മൾ കുറച്ച് ചാർജ് കൊടുക്കുന്നു. അപ്പോൾ ആ ചാർജ് ആ ഷീറ്റിൽ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഷീറ്റിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കുക. ഈ ചാർജ് ഷീറ്റിൽ കൊടുത്ത ടോട്ടൽ ചാർജ് എന്താണ്? ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത ചാർജ് ക്യൂ എ ഏരിയയിൽ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്തേക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ചാർജ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, ഒരുപോലെ എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ നമ്മൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിച്ചതുപോലെ ഇവിടെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ക്യൂ ഡിവൈഡഡ് ബൈ എ. സോ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ എന്ന് കൊടുക്കാം. ഇതിനെ വിളിക്കുന്ന പേര് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ്. എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ്. യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ചാർജിനെ ടോട്ടൽ ഏരിയ കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് കിട്ടും. അതിനെ സിഗ്മ എന്നാണ് പറയുക. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജിൻ്റെ യൂണിറ്റ് കൂളോ, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ മീറ്റർ റൈസ് ടു -2. കൂളോ മീറ്റർ റൈസ് ടു -2 ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷനായി, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ എന്താണ്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇനി ഒന്നുകൂടെ ഉള്ളൂ. ഏതായിരിക്കും? നിങ്ങൾക്ക് ആലോചിക്കാന്നുള്ളതേ ഉള്ളൂ. ഏതാ? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചാർജ് ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ക്യൂ ചാർജ് നമ്മൾ വി വോളിയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇങ്ങനെ ഇതൊരു പർട്ടിക്കുലർ വോളിയമാണ്. സോ ആ വോളിയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇങ്ങനെ കുറച്ച് ചാർജ് ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ചാർജ് പെർ യൂണിറ്റ് വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ക്യൂ ബൈ വി. വി വോളിയം, ക്യൂ ചാർജ്. സോ ക്യൂ ബൈ വി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് വോളിയം. സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? വോളിയം ചാർജ് ഡെൻസിറ്റി. നമ്മളതിനെ റോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യും? ഡിനോട്ട് ചെയ്യും. സോ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ വി. ചാർജ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് വോളിയം ചാർജ് ഡെൻസിറ്റി. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോ മീറ്റർ റൈസ് ടു -3. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പോൾ കൂളോ മീറ്റർ റൈസ് ടു -3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 ചാർജ് ഡിസ്ട്രിബ്യൂഷനും 3 ചാർജ് ഡെൻസിറ്റി ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ലീനിയർ ചാർജ് ഡെൻസിറ്റി, മറ്റൊന്ന് സർഫസ് ചാർജ് ഡെൻസിറ്റി, ലാസ്റ്റ് പറഞ്ഞ എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി അല്ലേ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ ബൈ എൽ, അതായത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ശരിയാണോ? അതുപോലെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, നെറ്റ് പോയതാണ്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാനും? ഓക്കെ. സോ നമ്മൾ 3 ചാർജ് ഡെൻസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ, സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ, അതുപോലെ റോ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ? 3 ചാർജ് ഡെൻസിറ്റികൾ. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, അതുപോലെ എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി. ഈ 3 ചാർജ് ഡെൻസിറ്റികൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്.
ലാസ്റ്റ് സെക്ഷൻ എന്ന് മാത്രമല്ല, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഗോസസ് തിയറം. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ചോദിക്കുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ളൊരു ചോദ്യമാണ് ഗോസസ് തിയറം. ആ തിയറം എന്താണെന്ന് നമുക്ക് നോക്കണം. അതിൻ്റെ പ്രൂഫ് ഉണ്ട്, തിയറം നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ഒരു 3 ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഗോസസ് തിയറം പറയുന്നതിന് മുമ്പ്, ഗോസസ് തിയറം ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് ഇതിന് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഞാൻ പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിലൂടെ നോർമലായിട്ട് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട്, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ ആകെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ ആൻ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ, ഒരു പെർട്ടിക്കുലർ സർഫസിലൂടെ നോർമലായിട്ട്, നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ ആകെ എണ്ണം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ആകെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ശരിയാണോ? നോക്കൂ, ഇവിടെ കുറേ ലൈൻസ് ഞാൻ വരയ്ക്കുകയാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇത് കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഞാനിവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കർവ്ഡ് സർഫസ് ആണ്. അതിലൊരു കുഞ്ഞ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്, ഒരു കുഞ്ഞ് ഏരിയ. ഇങ്ങനെ ഒരു കുഞ്ഞ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, ഡി എസ് എന്ന് പറയുന്നൊരു കുഞ്ഞ് ഏരിയ ആണ്, അത് ഇങ്ങോട്ടാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ശരിയാണോ? അത് തമ്മിലൊരു കുഞ്ഞ് ആംഗിൾ ഉണ്ട്, തീറ്റ, ചെറിയ ആംഗിൾ ഉണ്ട്, തീറ്റ. ഓക്കെ, സോ കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ്, വെരി സ്മോൾ ഏരിയ ഡി എസ്. ശരിയാണോ? ഇൻ ദിസ് ഡയറക്ഷൻ, ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ ആൻഡ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ലെറ്റ് തീറ്റ ബി ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഏരിയ വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ഏരിയയിലൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ്, ഈ ചെറിയ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ആ ഏരിയയുടെ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പോൾ അത് ചെറിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡി ഫൈ എന്ന് കൊടുക്കാം. എന്തെന്ന് കൊടുക്കാം? ഡി ഫൈ. സാധാരണ ഫ്ലക്സിനെ ഫൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ചെറിയ ഫ്ലക്സ് ആണ്, കാര്യം ചെറിയ ഏരിയ ആണ്. ഈ കുഞ്ഞ് ഏരിയയിലൂടെ പോകുന്ന ചെറിയ ഫ്ലക്സ് ഡി ഫൈ ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ എഴുതാം, ഇ ഡോട്ട് ഡി എസ്. എന്താണ്? ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഡി എസ് കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ, വേർ ഇ ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഇ. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ കുഞ്ഞ് ഏരിയ. കോസ് തീറ്റയിൽ തീറ്റ എന്താണ്? ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ആൻ ഏരിയ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ്, ആരുടെയൊക്കെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഏരിയയുടെയും എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇ ഡോട്ട് ഡി എസ് ആണ്. ഇത് ഈ കുഞ്ഞ് ഏരിയയിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ചെറിയ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ ഈ ടോട്ടൽ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ആർക്ക് പറയാം? ഈ കുഞ്ഞ് ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് ആണ് ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ്, ഈ മൊത്തം ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആർക്ക് പറയാം? അതെ, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? ഒരു ചെറിയ സാധനം വലുതാക്കാനായിട്ട്, ഒരു കുഞ്ഞ് ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി ആക്കാനായിട്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ ഈ ടോട്ടൽ സർഫസ് ഏരിയയിലൂടെയുള്ള, ഈ ടോട്ടൽ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ്, മൊത്തം ലൈൻസ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ചെറിയ ഫ്ലക്സിനെ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ. ശരിയാണോ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇതായിരിക്കും ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ഏരിയ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്.
ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന നോർമലായിട്ട് കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. ഒരു കുഞ്ഞ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ d∅ = E dot ds. ടോട്ടൽ സർഫസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ φ = ഇൻ്റഗ്രൽ E dot ds. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലാവുമല്ലോ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഗോസസ് തിയറത്തിലേക്ക് പോവാം. ഇത് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഗോസസ് തിയറത്തിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോസസ് തിയറം. അപ്പോൾ നമുക്ക് ഗോസസ് തിയറത്തിലേക്ക് പോവാം. ഓക്കെ, സോ എന്താണ് ഗോസസ് തിയറം? ഗോസസ് തിയറം പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. ഏതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് ചോദിച്ചാൽ ഏതൊരു ക്ലോസ്ഡ് സർഫസിലൂടെയും പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ്, പുറത്തേക്കോ അകത്തേക്കോ വരുന്ന ഫ്ലക്സിനെ കുറിച്ചാണ് ഗോസസ് തിയറം പറയുന്നത്. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഏതൊരു ക്ലോസ്ഡ് സർഫസിലൂടെയുമുള്ള ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന, അതായത് ആ ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ടോട്ടൽ ചാർജിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ടോട്ടൽ ചാർജിന് എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഉദാഹരണത്തിന് നോക്കൂ, ഇതൊരു സ്ഫിയർ ആണെന്ന് ഇരിക്കാം. ഇതൊരു സ്ഫിയർ ആണ്, സർക്കിൾ അല്ല, സ്ഫിയർ. ഇതിനകത്ത് ഒരു ചാർജ് ഇരിപ്പുണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിപ്പുണ്ട്. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഈ ചാർജ് പോസിറ്റീവ് പോയിന്റ് ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ദേ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, ശരിയല്ലേ? ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. അതായത് റേഡിയലി ഔട്ട്വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും, പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്, പോസിറ്റീവ് ചാർജാണ്, അതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാം പുറത്തേക്കാണ്, ശരിയാണോ? നമ്മൾ ആ പോയിന്റ് ചാർജിന് ചുറ്റാകെ എന്ത് ചെയ്തു? ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു സ്ഫിയർ എന്ത് ചെയ്തു? ഇമാജിൻ ചെയ്തു. ഇതൊരു സ്ഫിയർ ആണ്. ഓക്കെ, സോ ഗോസസ് തിയറം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഗോസസ് തിയറം പറയുന്നത് ഈ സ്ഫിയറിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സിനെ കുറിച്ചാണ്. സപ്പോസ് നോക്കൂ, ഇതൊരു നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ? ഇതൊരു നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് അകത്തേക്കായിരുന്നു, അപ്പോൾ ഫ്ലക്സ് അകത്തേക്കായിരിക്കും, ശരിയാണോ? ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്കാണ്, അതുകൊണ്ട് ഫ്ലക്സ് നമ്മൾ പുറത്തേക്കാണ് എടുക്കുന്നത്. ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അകത്തേക്കായിരിക്കും. ഏതായാലും നമ്മൾ ഗോസസ് തിയറം ഉപയോഗിച്ച് പറയുന്നത് ഈ സ്ഫിയറിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. ഗോസസ് തിയറം പറയുന്നത് ഈ ഫ്ലക്സ്, ഈ സ്ഫിയറിലൂടെ ഉള്ള ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? ക്യൂ. അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും, ക്യൂവിന് പ്രപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് സ്മോൾ ക്യൂ എടുക്കാം, അല്ലേ? സ്മോൾ ക്യൂവിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ശരിയാണോ? ഇതിരിക്കുന്നത് ഫ്രീ സ്പേസിലാണെങ്കിൽ, എവിടെയാണെങ്കിൽ ഫ്രീ സ്പേസിലാണ് ഈ സ്ഫിയർ ഇരിക്കുന്നത് എങ്കിൽ, അതായത് ഈ ചാർജിനും സ്ഫിയറിനും ഇടയിൽ വേറെ മീഡിയം ഒന്നുമില്ല, ഫ്രീ സ്പേസ് ആണ് എങ്കിൽ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/ε0 ആണ്. എന്താണ്? 1/ε0 ഇൻറ്റു എന്താണ്? ക്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം. Phi is equal to 1/ε0 Q. എന്താണ് phi? The total electric flux. ഏതിലൂടെയുള്ളത്? ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. ഈ സ്ഫിയർ എന്നല്ല, ഇതിൻ്റെ ചുറ്റാകെ ഒരു ക്യൂബ് വെച്ചാലും സിലിണ്ടർ വെച്ചാലും ഏതെടുത്താലും ശരിയാണ്. ഏതായാലും ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് phi. അത് എൻക്ലോസ് ചെയ്യുന്ന, ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന അതിനകത്ത് വരുന്ന ചാർജിന്, ഇവിടെ ആകെ ഒരു ചാർജേ ഉള്ളൂ, ക്യൂ, ചാർജിന് പ്രപ്പോർഷണൽ ആയിരിക്കും, ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ഗോസസ് തിയറം. ഓക്കെ, ഡെഫിനിഷൻ ഞാനൊന്നുകൂടെ പറയാം, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്നുകൂടെ പറയാം. ഇന്നല്ല പറയുന്നത്, ഇതാണ് ആക്ച്വലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്, മറ്റേ ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഈ ഫൈനൽ ഇക്വേഷനാണ്. ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്, total electric flux through any closed surface in free space is equal to 1/ε0 times
ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഒന്നുകൂടെ പറയാം. ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് total electric flux through any closed surface, total electric flux through any closed surface is equal to 1 by epsilon 0 times the total charge enclosed by the surface. Total charge enclosed by the surface വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ENC. ENC എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് എൻക്ലോസ്ഡ്. QENC എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ്. ക്ലിയർ ആയോ നന്ദന? ഡെഫിനിഷൻ ക്ലിയർ ആയോ നന്ദന? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇനി നോക്കൂ, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു ഈ സ്പിയറിലൂടെ അല്ലെങ്കിൽ ഏതൊരു ക്ലോസ്ഡ് സർഫസിലൂടെയും പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫ്ലക്സ് ഫൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. എസ് എന്ന് പറഞ്ഞാൽ സർഫസ് മുഴുവൻ, ശരിയാണ്. അപ്പോൾ സർഫസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രലിൻ്റെ നടുക്ക് ഒരു സർക്കിൾ ഇടാം. ഇൻ്റഗ്രലിൻ്റെ നടുക്ക് ഒരു സർക്കിൾ ഇട്ടാൽ അതിൻ്റെ അർത്ഥം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്നാണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലാണ്. നമ്മുടെ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രലാണ് എന്ന് വെച്ചാൽ നമ്മൾ സർഫസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഫൈക്ക് നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഏതൊരു സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ശരിയല്ലേ? അപ്പോൾ ഫൈക്ക് പകരം ഇത് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 Q enclosed. ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയത്? ഫൈക്ക് പകരം ഈ ഇക്വേഷൻ കൊടുത്താൽ പോരെ? ഫൈക്ക് പകരം ഈ ഇൻ്റഗ്രൽ കൊടുത്താൽ എനിക്ക് ഇങ്ങനെ എഴുതാം. സോ ഈ ഇക്വേഷൻ അനുസരിച്ച് ഗോസസ് തിയറത്തിനെ നമുക്ക് എങ്ങനെ പറയാം? ഈ ഇക്വേഷൻ അനുസരിച്ച് ഗോസസ് തിയറത്തിനെ നമുക്ക് എങ്ങനെ പറയാം? ഈ ഇക്വേഷൻ അനുസരിച്ച് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഗോസസ് തിയറത്തിന് കൊടുക്കാം. എന്താണ് ഈ കാണുന്നത്? എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്താ? എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. ഈ ഇൻ്റഗ്രലിനെ നമ്മൾ വിളിക്കുന്ന പേര് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അതെന്തിന് ഈക്വലാണ്? 1 by epsilon 0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ ഓൾട്ടർനേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ്. The surface integral of electric field over any closed surface is charge enclosed. Clear? Statement മനസ്സിലായോ? ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുക അല്ലെങ്കിൽ ഇത് പറയുക. രണ്ടുകൂടെ പറയണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞാൽ പോരാ. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ആ ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ചാർജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ 1 by epsilon 0 ഇൻറ്റു ആ ചാർജ് ആയിരിക്കും എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഗോസസ് തിയറത്തിൻ്റെ എന്താണ്? പ്രൂഫാണ്. നോക്കൂ, ഈ ക്ലോസ്ഡ് സർഫസ് ഉണ്ടല്ലോ, അത് സ്ഫിയർ തന്നെ ആവണമെന്നില്ല കേട്ടോ. അത് ചിലപ്പോൾ സിലിണ്ടർ ആകാം, ചിലപ്പോൾ ഒരു ക്യൂബ് ആകാം. ഒറ്റ കണ്ടീഷനിൽ അത് ക്ലോസ്ഡ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം സർഫസുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഗോസിയൻ സർഫസ് എന്നാണ്. എന്താണ്? ഗോസിയൻ സർഫസ്. ഇത് സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ആണ്. ഇതൊരു സ്ഫിയർ ആണ്. ചിലപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും, ചിലപ്പോൾ നമുക്കൊരു ക്യൂബിക്കൽ സർഫസ് ആയിരിക്കും. അപ്പോൾ ഗോസിയൻ സർഫസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലോസ്ഡ് ആയിരിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഏത് ഷേപ്പ് വേണോ ആകാം. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. ഗോസസ് തിയറം എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗോസസ് തിയറം നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ് ചോദിക്കുന്നതാണ് കേട്ടോ. നോക്കൂ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ചാർജ് ക്യൂ ആണ്. പ്ലസ് ക്യൂ എന്ന് എടുക്കാം. നമുക്ക് എളുപ്പത്തിന് പ്ലസ് ക്യൂ എന്ന് എടുത്തു. അതായത് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ്.
പോസിറ്റീവ് പോയിന്റ് ചാർജാണ്. ഓക്കെ, ഈ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ട് P. P is a point at a distance r from the charge. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചാർജ് സെൻറ്ററും ഈ r എന്ന് പറയുന്നത് റേഡിയസുമാക്കി Pയിലൂടെ ഒരു സ്ഫിയർ വരച്ചു. ഒരു സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ആ സ്ഫിയറിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ചാർജ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് ചാർജിൽ നിന്ന് പോയിന്റ് Pയിലേക്കുള്ള എന്താണ്? ദൂരമാണ്. ഓക്കെ, ഞാൻ ഈ Pക്ക് ചുറ്റാകെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യണം. ചെറിയൊരു ഏരിയ, Pക്ക് ചുറ്റാകെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു. ആ ഏരിയ DS ആണ്. DS അതിങ്ങോട്ടാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സ്ഫിയറിലൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കും. ഇതൊരു സ്ഫിയർ ആണല്ലോ, സർക്കിൾ അല്ല, സ്ഫിയർ ആണ്. ഈ ചാർജിന് ചുറ്റാകെയുള്ള ഒരു സ്ഫിയർ ആണ്, r റേഡിയസ് ഉള്ളൊരു സ്ഫിയർ ആണ്. ഈ സ്ഫിയറിലൂടെ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുക. ആ ടോട്ടൽ ഫ്ലക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ഈ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എത്രയാണ്? Q. അതായിരിക്കണം. അങ്ങനെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ടത് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി സ്ഫിയർ, ഈ സ്ഫിയറിലൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സ്. സോ ടോട്ടൽ ഫ്ലക്സ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഫൈ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ടോ ടോട്ടൽ ഫ്ലക്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എസ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എസ്. ശരിയല്ലേ? ഇത് ഇവിടെ എടുത്തു ഞാൻ. ഡി എസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടോ? കുഞ്ഞ് ഏരിയ ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ? ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇതൊരു പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് കൊണ്ട് ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? എവേ ഫ്രം ദി ചാർജ് ആണോ ടുവേർഡ്സ് ചാർജ് ആണോ? ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദി ചാർജ് ആണോ അതോ ടുവേർഡ്സ് ദി ചാർജ് ആണോ? ആർക്ക് പറയാം? എവേ ഫ്രം ദി ചാർജ് ആണോ ടുവേർഡ്സ് ദി ചാർജ് ആണോ? എവേ ഫ്രം ദി ചാർജ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ചാർജ്. അതല്ല ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ടുവേർഡ്സ് ചാർജ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, അപ്പോൾ എവേ ഫ്രം ദി ചാർജ്. ഇതാണല്ലോ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ. ഓക്കെ, അതിവിടെ മാത്രമല്ല, ഇവിടെ എടുത്താലും എവിടെ എടുത്താലും. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഞാനൊരു ഏരിയ എടുക്കുന്നു, കുഞ്ഞ് ഏരിയ എടുക്കുകയാണ്. ഡി എസ് എന്ന് പറയുന്നൊരു ഏരിയ എടുത്തു. ഡി എസ് എന്ന് പറയുന്നൊരു ഏരിയ ഞാൻ ഇവിടെ എടുത്തു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ചാർജിൽ നിന്ന് എവേ ഫ്രം ദി ചാർജ്, ഇങ്ങോട്ടായിരിക്കും. ശരിയാണോ? അതായത് ഈ സ്ഫിയറിൻ്റെ സർഫസിൽ എവിടെയൊക്കെ ഞാൻ പോയിന്റ് എടുത്താലും അവിടെയെല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഡി എസ് എന്ന് പറയുന്ന കുഞ്ഞ് ഏരിയയും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും. ശരിയല്ലേ? ഇവിടെ എടുത്താലും അങ്ങനെ തന്നെ. ഇവിടെ ഞാനൊരു കുഞ്ഞ് ഏരിയ എടുക്കുന്നു, ഇവിടെ ഒരു കുഞ്ഞ് ഏരിയ എടുത്തു. ആ ഏരിയ ഇങ്ങോട്ടാണ് ഡി എസ്. ശരിയല്ലേ? ഈ പോയിന്റിൽ ഈ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എവേ ഫ്രം ദി ചാർജ്, ഇങ്ങോട്ട്. ശരിയല്ലേ? അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സർഫസിൽ എവിടെ ഞാനൊരു ഡി എസ് ഏരിയ എടുത്താലും ഡി എസിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും, സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇയും ഡി എസും എല്ലാ പോയിന്റിലും സെയിം ഡയറക്ഷനിലായിരിക്കും. കാര്യം ഈ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ചാർജ് ആണ്, എല്ലായിടത്തും റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ സർഫസിൽ ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഡി എസും ഇയും എങ്ങനെയായിരിക്കും? പാരലലായിരിക്കും. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എസിന് എനിക്ക് ഇ ഡി എസ് കോസ് 0 എന്ന് എഴുതിക്കൂടെ? ഇ ഡി എസ് കോസ് 0. എന്താണ് ഇ ഡോട്ട് ഡി എസ്? ഇ ഡി എസ് കോസ് തീറ്റ. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇയും ഡി എസും തമ്മിലുള്ള ആംഗിളാണ്. ഈ സ്ഫിയറിൻ്റെ എല്ലാ സ്ഥലത്തും, ഈ സ്ഫിയറിലെ സർഫസിൽ എല്ലാ പോയിന്റിലും ഇയും ഡി എസും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താ? 0. കോസ് 0 എത്രയാണോ? 1 അല്ലേ? അപ്പോൾ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് എന്ന് കിട്ടും. കോസ് 0 എത്രയാണ്? 1 ആണ്. കോസ് 0 ഈസ് 1. ഇനി ഇയുടെ പ്രത്യേകത നോക്കൂ.
ഈയുടെ പ്രത്യേകത എന്താ? ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സർഫസ്. നോക്കൂ, ഈ സർഫസ് എന്ന് പറയുന്ന സ്ഥലം, ഈ പോയിന്റ് ഈ ചാർജിൽ നിന്ന് തുല്യ അകലമല്ലേ? ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള ദൂരവും ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരവും ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരവും ഒക്കെ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ എല്ലായിടവും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാര്യം സർഫസിലെ എല്ലാ പോയിന്റും ചാർജിൽ നിന്ന് തുല്യ അകലത്തിലാണ്. ശരിയാണോ? സർഫസിലെ എല്ലാ പോയിന്റും ചാർജിൽ നിന്ന് തുല്യ അകലത്തിലാണ്. അപ്പോൾ തുല്യ അകലത്തിലായതുകൊണ്ട് ഇവിടുത്തെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടുത്തെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തെടുക്കാം, ഇയുടെ വാല്യൂ പുറത്തെടുക്കാം. ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇയെ പുറത്തെടുക്കാം. പിന്നെ ഉള്ളത് എന്താണ്? ഇൻ്റഗ്രൽ ഡി എസ്. ഇൻ്റഗ്രൽ ഡി എസ്. ഈ എന്തുകൊണ്ട് പുറത്തെടുത്തു? ബിക്കോസ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്ഫിയർ ഇ ഹാസ് കോൺസ്റ്റന്റ് വാല്യൂ. ഇയുടെ വാല്യൂ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. കാര്യം ചാർജിൽ നിന്ന് എല്ലാ പോയിന്റും തുല്യ അകലത്തിലാണ്. അതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എന്താ ഡി എസ്? ചെറിയൊരു ഏരിയ ആണ് ഡി എസ്. ശരിയാണോ? സർഫസിലുള്ള ചെറിയ ഏരിയ ആണ് ഡി എസ്. അപ്പൊ എന്താ ഇൻ്റഗ്രൽ ഡി എസ്? സർഫസിലുള്ള സ്ഫിയറിന്റെ സർഫസിലുള്ള ഒരു ചെറിയ ഏരിയ ആണ് ഡി എസ്. അപ്പൊ എന്തായിരിക്കും ഇൻ്റഗ്രൽ ഡി എസ്? സർഫസിന്റെ ടോട്ടൽ ഏരിയ. ശരിയല്ലേ? സർഫസിന്റെ ടോട്ടൽ ഏരിയ ആണ് ഇൻ്റഗ്രൽ ഡി എസ്. ഇതൊരു സ്ഫിയർ അല്ലേ? സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാ? സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയാ? 4πr². ശരിയാണോ? അപ്പൊ ഈ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസിന് പകരം നമുക്ക് 4πr² എന്ന് കൊടുക്കാം. 4πr². But what is E? സർഫസിലെ ഏതൊരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, സർഫസിലെ ഏതൊരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു പോയിന്റ് ചാർജ് അല്ലേ? ക്യൂ. ക്യൂവിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരം എത്രയാണ്? ആർ. ദാറ്റ് ഈസ് റേഡിയസ്. ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഏതൊരു പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരിക്കുമോ? നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എത്രയാണത്? 1/4πε0 Q/r². 1/4πε0 Q/r² അല്ലേ? ഈ പോയിന്റിലെല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അതാണ് 1/4πε0 Q/r². സോ നമ്മൾ ഇക്ക് പകരം 1/4πε0 Q/r² കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? വി ഗെറ്റ് 5 ഈക്വൽ ടു ഇക്ക് പകരം എന്ത് കൊടുക്കാം? 1/4πε0 Q/r² ഇൻറ്റു എന്താ? 4πr². ശരിയല്ലേ? 4πr² എന്ത് ചെയ്ത് പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി 5 ഈസ് ഈക്വൽ ടു എന്താണോ കിട്ടുന്നത്? 1/ε0 Q. 1/ε0 Q. 4πr² ക്യാൻസൽ ആയിട്ട് ബാക്കി 1/ε0 Q. എന്താ 5? എന്താണ് 5? ഈ സ്ഫിയറിലൂടെ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് അതെന്തെന്ന് കിട്ടി? ഈക്വൽ ടു 1/ε0 ടൈംസ് Q. വാട്ട് ഈസ് Q? ഈ സ്ഫിയറിനകത്തുള്ള ഒരേ ഒരു ചാർജ്. ദാറ്റ് ഈസ് ഗോസസ് തിയറം. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്. ഹിയർ ദി ടോട്ടൽ ചാർജ് ഈസ് Q. പ്രൂഫ് മനസ്സിലായോ? പ്രൂഫ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഈ പറഞ്ഞ പ്രൂഫിൽ ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചേ. ഈ പറഞ്ഞ പ്രൂഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഒന്നുകൂടി പറയാം. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുക? കൺസിഡർ എ പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യാം. ലെറ്റ് പി ബി എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി ചാർജ്. ഈ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് പി. ഇമാജിൻ എ ഗോസിയൻ സ്പെറിക്കൽ സർഫസ്. ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്യുക. എങ്ങനെയാണ് സ്ഫിയർ ഇമാജിൻ ചെയ്യേണ്ടത്? വിത്ത് ചാർജ് ക്യൂ ആ സെൻറ്റർ. ചാർജിനെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ആർ ആസ് റേഡിയസ്, ഈ ഡിസ്റ്റൻസ് ആറിനെ റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഈ ചാർജിന് ചുറ്റാകെ ഒരു സ്ഫിയർ. ദിസ് ഇസ് നോട്ട് എ സർക്കിൾ, ദിസ് ഇസ് എ സ്ഫിയർ. എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സ്ഫിയറാണ്. സ്ഫിയർ ഇമാജിൻ ചെയ്യും.
സ്പിയർ ഇമാജിൻ ചെയ്തതിന് ശേഷം ഈ പി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ സ്പിയറിൻ്റെ എവിടെ വരും? സർഫസിൽ വരും. ഈ പിക്ക് ചുറ്റാകെ സർഫസിൽ ഒരു കുഞ്ഞ് ഏരിയ ഡി എസ് ഞാൻ എന്ത് ചെയ്തു? ഇമാജിൻ ചെയ്തു. ഡി എസ് എന്ന് പറഞ്ഞാൽ പിക്ക് ചുറ്റാകെ സർഫസിലുള്ളൊരു ഏരിയയാണ്. ഡി എസ് ഈസ് എ സർഫസ് ഏരിയ. ഞാനിങ്ങനെ അകത്തോട്ട് വരുന്നേക്കണമെങ്കിൽ ആക്ച്വലി ഇതൊരു സർഫസിലുള്ള ഏരിയയാണ്. ഡി എസ് എന്ന് പറയുന്നത് പിക്ക് ചുറ്റാകെ സ്പിയറിൻ്റെ സർഫസിലുള്ള ഒരു ഏരിയ. ഡി എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അങ്ങോട്ടാണ്. കാര്യം ഇതൊരു പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് കൊണ്ട് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ചാർജാണ്. അത് ഇവിടെ മാത്രമല്ല, ഈ സ്പിയറിൽ എവിടെ എടുത്താലും, ഇപ്പോൾ ഇവിടെ ഒരു സർഫസ് ഏരിയ എടുക്കുകയാണ്. ഡി എസ് എന്ന് പറയുന്ന ഏരിയ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇവിടെയും ഈ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ ഞാനൊരു ഏരിയ എടുത്തു, ഏരിയ ഇങ്ങോട്ട്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഈ സ്പിയറിൻ്റെ സർഫസിൽ എല്ലാ പോയിന്റുകളിലും ഡി എസ് എന്ന് പറയുന്ന ഏരിയയും ഇലക്ട്രിക് ഫീൽഡും എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഇയുടെ വാല്യൂ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആവുന്നത്? കാര്യം ഈ പോയിന്റുകളെല്ലാം ചാർജിൽ നിന്ന് തുല്യ അകലത്തിലാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് 1/4πε0 Q/r² ആണ്. r കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പോയിന്റുകളെല്ലാം ചാർജിൽ നിന്ന് തുല്യ അകലത്തിലല്ലേ? r ഡിസ്റ്റൻസ് അകലെയല്ലേ? അതുകൊണ്ട് ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഏതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ഈ സ്പിയറിൻ്റെ സർഫസിൽ എല്ലായിടത്തും ഇയും ഡി എസും പാരലലായിരിക്കും. രണ്ട്, ഈ സർഫസിലെ എല്ലാ പോയിന്റിലും സ്പിയറിൻ്റെ സർഫസിലെ എല്ലാ പോയിന്റിലും ഇയുടെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇയും ഡി എസും എല്ലായിടവും പാരലായിരിക്കും. ഇയുടെ വാല്യൂ എല്ലായിടത്തും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ സ്പിയറിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റയാണ്. ഞാൻ പറഞ്ഞു ഇയും ഡി എസും പാരലൽ ആയതുകൊണ്ട് തീറ്റ എന്താണ്? 0 ആണ്. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇ ഡി എസ് ആണ്. ഇയുടെ വാല്യൂ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് നമുക്ക് പുറത്തെടുക്കാം. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? സർഫസിലുള്ള ഒരു ചെറിയ ഏരിയ. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷൻ ആണ്. സം ചെയ്യുക. ഇങ്ങനെ ഡി എസ് കുഞ്ഞു കുഞ്ഞു ഏരിയകളെല്ലാം കൂടെ സം ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇറ്റ് ഈസ് എ സ്പിയർ, നോട്ട് സർക്കിൾ. സോ സ്പിയറിൻ്റെ സർഫസ് ഏരിയ എത്രയാണ്? 4πr². സോ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്ന ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ, ദാറ്റ് ഈസ് 4πr². ഇനി നമുക്ക് ഈ കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് ഈ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ഈ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് സർഫസ്? r ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/4πε0 Q/r². സോ ഈക്ക് പകരം 1/4πε0 Q/r² കൊടുത്തു ഇൻറ്റു 4πr². 4πr² ക്യാൻസൽ ആയി പോയാൽ ഫൈ ഈസ് ഈക്വൽ ടു എന്ത് കഴിയും? 1/ε0 Q. അതായത് ഈ ക്ലോസ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് ഈ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജിന് പ്രൊപ്പോർഷണലാണ്. ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയടോ. ഒന്നുകൂടി പറയാൻ പറഞ്ഞാൽ റെയ്താഷാദ്. ഓക്കെ, കറക്റ്റാണല്ലോ, മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ക്ലോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ പ്രൂഫും സ്ഥിരമായി ചോദിക്കുന്നതാണ്. വളരെ സിമ്പിളാണ് പ്രൂവിങ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി ആപ്ലിക്കേഷൻസിലൂടെ പോവാം. 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ആക്ച്വലി ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണമേ ഇന്ന് നടക്കുമെന്ന് തോന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം നമുക്ക് നോക്കാം, ബാക്കി 2 അടുത്ത ദിവസം പറയാം. ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ക്ലോസസ് തിയറത്തിൻ്റെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ ഒരെണ്ണം നമുക്ക് നോക്കാം. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ infinitely long straight charged wire. ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള
ഒരു സ്ട്രൈറ്റ് ചാർജ്ഡ് വയർ, യൂണിഫോംലി ചാർജ്ഡ് വയർ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. നോക്കൂ, ഇതൊരു വയറാണ്. ഈ വയറിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്. താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. ഞാൻ ഡോട്ടർ ലൈനാണ് വരച്ചിരിക്കുന്നത്. മുകളിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഡോട്ടർ ലൈനാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഇൻഫിനിറ്റ് നീളമുണ്ട് ഇതിന്. യൂണിഫോംലി ചാർജ്ഡ്, യൂണിഫോമായിട്ടാണ് ചാർജ് ചെയ്തേക്കുന്നത്. യൂണിഫോംലി പോസിറ്റീവ്ലി ചാർജ്ഡ്. എന്ത് ചാർജാണ് അതിൽ? പോസിറ്റീവ് ചാർജാണ്. ഒരേപോലെയാണ് ചാർജ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എല്ലായിടത്തും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂണിറ്റ് ലെങ്ത് എടുത്താൽ കോൺസ്റ്റൻറ്റ് ചാർജ് ആയിരിക്കും എല്ലായിടത്തും. അതാണ് യൂണിഫോം ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെയാണ് ചാർജ് ചെയ്തേക്കുന്നത്. അതായത് ചില സ്ഥലത്ത് കൂടുതൽ, ചില സ്ഥലത്ത് കുറവ്, അങ്ങനെയല്ല. യൂണിഫോംലി ചാർജ്ഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് പറയാമല്ലോ, ലാംഡ. ഈ വയറിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ്? ലാംഡയാണ്. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് എടുത്താൽ, 1 സെൻറ്റിമീറ്റർ എടുത്താൽ അതിനകത്ത് എത്ര ചാർജ് കാണും? ലാംഡ കൂളോം ചാർജ് കാണും. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അഥവാ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണ്? ലാംഡയാണ്. ഇപ്പം നമുക്ക് വേണ്ടത് ഈ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ, യൂണിഫോംലി ചാർജ്ഡ് വയർ കാരണം ആ വയറിൽ നിന്ന് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റിൽ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു പോയിന്റ് വേണമല്ലോ, പോയിന്റ് വേണം. സോ ഞാൻ ഇവിടെ നിന്നൊരു R ഡിസ്റ്റൻസ് അകലെ, ഓക്കെ, R ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. P ഈസ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദി വയർ. ഈ വയറിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R ഡിസ്റ്റൻസ് അകലെയാണ്. സോ എനിക്ക് അറിയേണ്ടത് പിയിൽ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാണ്. പി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഞാൻ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തുപയോഗിച്ചാണ്? ഗോസസ് തിയറം ഉപയോഗിച്ചാണ്. അപ്പോൾ ഗോസസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ, ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്കൊരു ക്ലോസ്ഡ് സർഫസ് വേണം. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ഇല്ല. ഇവിടെ ആകെ ഉള്ളതൊരു നീളമുള്ളൊരു വയറാണ്, ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു വയറാണ്. ആ വയറിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റുമാണ്. അല്ലാതെ ഇവിടെ ക്ലോസ്ഡ് സർഫസ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലോസ്ഡ് സർഫസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഇമാജിൻ ചെയ്യാൻ എളുപ്പം ഒരു സിലിണ്ടറാണ്. കാര്യം ഇത് വയറല്ലേ, വയറാവുമ്പോൾ ആ വയർ അകത്ത് വരത്തക്ക രീതിയിൽ, ഇപ്പോൾ സ്പിയറൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വയറിനെ ആക്സസ് ആക്കി വയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ സിലിണ്ടറാണ്. അപ്പോൾ ഞാനൊരു സിലിണ്ടറിക്കൽ സർഫസ് എന്ത് ചെയ്യുന്നു? ഇമാജിൻ ചെയ്യും. ഒരു സിലിണ്ടർ ഇമാജിൻ ചെയ്യുകയാണ്. എന്ത് ഇമാജിൻ ചെയ്യുന്നു? ഒരു സിലിണ്ടർ. ഇത് എങ്ങനെയാണ്? ഞാനിങ്ങനെ ഒരു സിലിണ്ടർ ഇമാജിൻ ചെയ്തു. like this. ഓക്കെ, എൽ ലെങ്തുള്ള 6 റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ഞാൻ എന്ത് ചെയ്തു? ഇമാജിൻ ചെയ്തു. എൽ ലെങ്തുള്ള 6 റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ. അപ്പോൾ ഞാനിവിടെ ഈ സിലിണ്ടറിലാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സിലിണ്ടറിലാണ് ഗോസസ് തിയറം എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
ഗോസ് തിയറം എന്താ പറയുന്നത്? ഫൈ ഈക്വൽ ടു 1/ε0 Q എൻക്ലോസ്ഡ്. ശരിയല്ലേ? ഗോസസ് തിയറം പറയുന്നത് ഫൈ ഈക്വൽ ടു 1/ε0 Q എൻക്ലോസ്ഡ് എന്നാണ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിലിണ്ടർ ആണല്ലോ ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസ്. ഈ സിലിണ്ടറിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ്. പിന്നെ വേണ്ടത് Q എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിനകത്തുള്ള ടോട്ടൽ ചാർജ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, സിലിണ്ടറിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ഫൈ. രണ്ട്, ഈ സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് Q എൻക്ലോസ്ഡ്. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഫൈ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഫൈ കണ്ടുപിടിക്കുക. എന്താണ് ഫൈ? ഫൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ E.ds എന്നാണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിലൂടെ പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ E.ds ആണ്. അതായത് ഈ സിലിണ്ടർ മുഴുവൻ E.dsനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ സിലിണ്ടറിൻ്റെ സർഫസ് മുഴുവൻ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ്. ഈ സിലിണ്ടറിന് എത്ര സർഫസ് ഉണ്ട്? സിലിണ്ടറിന് പ്രധാനമായിട്ടും രണ്ട് സർഫസാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ഈ കർവ്ഡ് സർഫസ്. ഏതാണ് ഈ കർവ്ഡ് സർഫസ്? മറ്റൊന്ന് ഈ ഫ്ലാറ്റ് സർഫസ്. ഏതൊക്കെയാണ്? ഒരു കർവ്ഡ് സർഫസും പിന്നെ രണ്ട് ഫ്ലാറ്റ് സർഫസ്. അപ്പം ഞാൻ ആ ഇൻ്റഗ്രലിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ E.ds എവിടെ? കർവ്ഡ് സർഫസിൽ പ്ലസ് ഇൻ്റഗ്രൽ E.ds എവിടെ? എൻഡ് ഫേസസിൽ. എൻഡ് ഫേസസ് ആണ്, രണ്ട് ഫേസ് ഉണ്ട്, മുകളിലും താഴെ. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.dsനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ E.ds എവിടെ? കർവ്ഡ് സർഫസ് പ്ലസ് ഇൻ്റഗ്രൽ E.ds എവിടെ? എൻഡ് ഫേസസ്. അപ്പോൾ ടോട്ടൽ സർഫസ് ആയല്ലോ. ഇൻ്റഗ്രൽ E.ds എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിവിടെ ഏത് സർഫസ് ആണോ ഇമാജിൻ ചെയ്തിരിക്കുന്നത് ആ സർഫസ് മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കർവ്ഡ് സർഫസിലെ ഇൻ്റഗ്രേഷൻ പ്ലസ് എൻഡ് ഫേസിലെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ മൊത്തം ആയല്ലോ. നോക്കൂ, ഈ കർവ്ഡ് സർഫസിൽ ഞാനിവിടെ ഒരു ഏരിയ എടുക്കും. ഞാനിവിടെ ഒരു ഏരിയ എടുത്താൽ ഈ ഏരിയ ഇങ്ങോട്ടാണ് ds. ഇവിടെ പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്. അതായത് കർവ്ഡ് സർഫസിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ചാർജ് എന്ന് വെച്ചോ, ലൈൻ, നമ്മുടെ വയർ. പോസിറ്റീവ് ചാർജ് ഇങ്ങനെ 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 ഇരിക്കുകയാണ്. ഇവിടുത്തെ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? ഇങ്ങനെ 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 എന്ന് വെച്ചാൽ ഇതിന് ചുറ്റാകെ പുറത്തോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു കർവ്ഡ് സർഫസ് എടുത്താൽ ആ കർവ്ഡ് സർഫസിലെ എല്ലാ പോയിന്റിലും നമ്മളൊരു കുഞ്ഞ് ഏരിയ എടുത്താൽ ഇയും ഡിഎസും എങ്ങനെയായിരിക്കും? പാരലായിരിക്കും, ഇതുപോലെ ആയിരിക്കും. ഈ വയറിന് ചുറ്റാകെയുള്ള കർവ്ഡ് സർഫസിലെ ഏതൊരു പോയിന്റിലും ഇയും ഡിഎസും എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. അതേസമയം നമ്മൾ ഈ എൻഡ് ഫേസ് എടുത്താലോ? എൻഡ് ഫേസ് എടുക്കുമ്പോൾ എൻഡ് ഫേസ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ടാണ് ഏരിയയുടെ ഡയറക്ഷൻ. ഡി എസ് എന്ന് പറയുന്ന ഏരിയ മുകളിലോട്ടാണ്. അതേസമയം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ശരിയാണോ? താഴെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡി എസ് എന്ന് പറയുന്ന ഏരിയ, താഴത്തെ ഫേസിൽ ഡി എസ് എന്ന് പറയുന്ന ഏരിയ എടുത്ത് താഴോട്ടാണ് ഡി എസ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇവിടുത്തെ ആംഗിൾ എന്താ? 90. ഇവിടുത്തെ ആംഗിൾ എന്താ? 90. ഇവിടുത്തെ ആംഗിൾ എന്താ? 0. മനസ്സിലായോ? ഇപ്പം പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൽ ഇയും ഡി എസും പാരലലായിരിക്കും. അതേസമയം ഈ മേളിലും താഴെയും ഇയും ഡി എസും പെർപെൻഡിക്കുലർ. മേളിലാണെങ്കിൽ ഏരിയ മുകളിലോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. താഴെയാണെങ്കിൽ ഏരിയ താഴോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. പെർപെൻഡിക്കുലർ. അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. ഇൻ്റഗ്രൽ E.ds നെ EDS
കോസ് 0 എന്ന് എഴുതാം കർവ്ഡ് സർഫസിൽ. കാര്യം ഈ ഡി എസും പാരലാണ്. കർവ്ഡ് സർഫസ് പ്ലസ് ഇ ഡി എസ് കോസ് 90 എൻഡ് ഫേസ്. അപ്പോൾ എൻഡ് ഫേസിൽ കോസ് 90, കർവ്ഡ് സർഫസിൽ കോസ് 0. കോസ് 90 എന്താ? കോസ് 90 0. അപ്പോൾ ഈ ടൈം എന്തായി പോവും? 0 ആയി. അപ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡി എസ് കർവ്ഡ് പ്ലസ് 0. കർവ്ഡ് മാത്രമേ ഉള്ളൂ, എൻ്റെ ഫേസ് 0. കാര്യം കോസ് 90 എന്താണ്? 0. വിച്ച് ഈസ് ഈക്വൽ ടു, എടോ ഈ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഈ വയറിൽ നിന്ന് തുല്യ അകലത്തിലല്ലേ എല്ലാ പോയിന്റും? വയറിൽ നിന്ന് തുല്യ അകലത്തിലാണ് കർവ്ഡ് സർഫസിലെ എല്ലാ പോയിന്റും. അപ്പം അതുകൊണ്ട് ഈയുടെ വാല്യൂ എല്ലായിടത്തും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പുറത്തെടുക്കാം. പിന്നെയുള്ളത് ഇൻറ്റഗ്രൽ ഡി എസ് ആണ്, കർവ്ഡ്. എന്താണ് ഡി എസ്? ഡി എസ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസിലെ ഒരു ചെറിയ ഏരിയ. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി എസ് എന്തായിരിക്കും? കർവ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഏരിയ. എന്താണ് ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ? കർവ്ഡ് സർഫസിൻ്റെ ഏരിയ, സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എത്രയാണ്? പറ. സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എത്രയാണ്? കർവ്ഡ് സർഫസിൻ്റെ ഏരിയ പറ. ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിന് എത്ര ഏരിയ ഉണ്ട്? 2πRL. ശരിയല്ലേ? എന്താണ് 2πRL? അതെങ്ങനെയാണ് വരുന്നത്? നോക്കൂ, ഇതൊരു സിലിണ്ടറാണ്. സപ്പോസ് ഇതൊരു സിലിണ്ടറാണ്. നമുക്ക് വേണ്ടത് ഈ സിലിണ്ടറിൻ്റെ ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ. കർവ്ഡ് സർഫസിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് വേണ്ടത്. ഞാൻ ഈ സിലിണ്ടറിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. സിലിണ്ടറിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതെങ്ങനെ ഒരു റെക്റ്റാങ്കിളായി. ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ ഇതൊരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസാണ്. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിളായി. റെക്റ്റാങ്കിളിൻ്റെ ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിങ്ങനെ സിലിണ്ടർ ആയിരിക്കുമ്പോൾ ഈ ഭാഗത്തെ നീളം എന്താണ്? ബേസിൻ്റെ ചുറ്റളവ്. ഇതിൻ്റെ റേഡിയസ് എത്രയാണോ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിൻ്റെ ചുറ്റളവ് എത്രയാ? 2πr. ബേസിൻ്റെ ചുറ്റളവ് എത്രയാണ്? 2πr. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് 2πr ആണ്. ഈ നീളം എന്ന് പറയുന്നത് എത്രയാ? 2πr. ഈ നീളം നമ്മൾ കൊടുത്തിട്ടുണ്ട് L. അപ്പോൾ ഇത് 2πr, ഇതെന്താ? L. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ എത്രയാ? 2πr ഇൻറ്റു L. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2πr ഇൻറ്റു L. ശരിയാണ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു എന്താണ്? L ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു E ഇൻറ്റു 2πrL. ഇതാണ് നമ്മുടെ ഫ്ലക്സ് കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ ഗോസസ് തിയറത്തിൽ ഫ്ലക്സ് വേണം, ടോട്ടൽ ചാർജ് വേണം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിച്ചു. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 2πrL ആണ്. ഇതെന്താണ്? ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഈ സിലിണ്ടറിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. സിലിണ്ടറിൻ്റെ സർഫസിലാണ് നമ്മുടെ പോയിന്റ് പി. അപ്പോൾ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡാണ്. പോയിന്റ് പി അല്ല, സർഫസിലുള്ള ഏതൊരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് ഈ. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് ക്യൂ എൻക്ലോസ്ഡ് ആണ്. ക്യൂ എൻക്ലോസ്ഡ് അതായത് ഈ സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ്. ഈ സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എത്രയാണ്? എത്ര ചാർജ് ഉണ്ട് ഈ സിലിണ്ടറിനകത്ത്? സിലിണ്ടറിനകത്ത് എത്ര ചാർജ് ഉണ്ട്? എടോ, ഇവിടെ മുതൽ ഇതുവരെയുള്ള ചാർജ് അല്ലേ സിലിണ്ടറിനകത്തുള്ളൂ. ഈ മുകളിലുള്ള ചാർജ് സിലിണ്ടറിൻ്റെ പുറത്താണ്. ഈ താഴോട്ടുള്ള ചാർജും സിലിണ്ടറിൻ്റെ പുറത്താണ്. സിലിണ്ടറിനകത്തുള്ള ചാർജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ മുതൽ ഇതുവരെ. ഇവിടെ മുതൽ ഇതുവരെ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ മുതൽ ഇതുവരെ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ മുതൽ ഇതുവരെ എത്ര നീളമുണ്ട്? L നീളമുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വയറിനും എത്ര നീളമായിരിക്കും? L നീളമായിരിക്കും. യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഉണ്ടോ? ഈ വയറിൻ്റെ യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട്? ലാംഡ ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഇവിടം തൊട്ട് ഇതുവരെയുള്ള നീളം എത്ര? L.
യൂണിറ്റ് ലെങ്തിൽ ലാംഡ ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള എൽ ലെങ്തിൽ എത്ര ചാർജ് കാണും? ലാംഡ ഇൻറ്റു എൽ അല്ലേ? യൂണിറ്റ് ലെങ്തിലെ ചാർജാണ് ലാംഡ. ഇവിടെ മുതൽ ഇതുവരെ ഈ സിലിണ്ടറിനകത്ത് എൽ ലെങ്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര? ലാംഡ ഇൻറ്റു എൽ. ഇനി നമുക്ക് ഗോസസ് തിയറത്തിൽ അപ്ലൈ ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ എൻക്ലോസ്ഡ്. ഫൈക്ക് പകരം എന്ത് കൊടുക്കാം? ഇ ഇൻറ്റു 2πr/L ഇസ് ഈക്വൽ ടു 1/ε0 ലാംഡ എൽ എന്ന് കൊടുക്കാം. ശരിയല്ലേ? ക്യൂ എൻക്ലോസ്ഡിന് പകരം ലാംഡ എൽ. എൽ എന്ത് ചെയ്ത് പോകുന്നു? ക്യാൻസൽ ആവുന്നു. നമുക്ക് ഇ ആണ് വേണ്ടത്. ഇ ഇസ് ഈക്വൽ ടു 1/, ഇവിടെ നിന്നൊരു 2π ഉണ്ട്, ആ 2π ഇങ്ങ് വരുന്നു. അപ്പോൾ 2π ഇവിടെ ആരുണ്ട്? ε0 ഉണ്ട്, ഇവിടെ ലാംഡയുണ്ട്, ഡിവൈഡഡ് ബൈ ഈ ആർ കൂടി ഇവിടെ വരും, ലാംഡ ബൈ ആർ. ഇ ഇസ് ഈക്വൽ ടു 1/2πε0 ലാംഡ ബൈ ആർ. ഇ ഇസ് ഈക്വൽ ടു 1/2πε0 ലാംഡ ബൈ ആർ. ഇ എന്ന് പറഞ്ഞാൽ എവിടുത്തെ ഇ ആണ്? പി എന്ന് പറയുന്ന പോയിന്റ്. പി എന്ന് പറയുന്ന പോയിന്റ് മാത്രമല്ല, ഈ സിലിണ്ടറിന്റെ കർവേച്ചറിലുള്ള എല്ലാ പോയിന്റിലും, അതായത് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇത് തന്നെയാണ്. ഇ ഇസ് ഈക്വൽ ടു എന്താ? 1/2πε0 ലാംഡ ബൈ ആർ. സാധാരണ നമ്മൾ ഈ 1/4π എന്നല്ലേ പഠിക്കുന്നത് കൂളോംസ് ലോ ഒക്കെ. ഇവിടെ 2π ആണ്. ഈ 2π എങ്ങനെ 4π ആക്കാം? ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ മേളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എന്താവും? 1/4πε0. ഇവിടുത്തെ 2നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മേളിലൊരു 2 കൊടുക്കാം. 2 ലാംഡ എന്നാവും. 2 ലാംഡ ബൈ ആർ. ഒന്നുകിൽ 1/2πε0 ലാംഡ ബൈ ആർ, അല്ലെങ്കിൽ 1/4πε0 2 ലാംഡ ബൈ ആർ. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് യൂണിഫോംലി ചാർജ്ഡ് വയർ കൊണ്ടുള്ള വാല്യൂ. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷനാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയടോ, ക്ലിയർ ആണോ എന്ന്. ക്ലിയർ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ഗോസസ് തിയറം, അതിൻ്റെ പ്രൂഫ്, അതിൻ്റെ ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഇത് എഴുതി തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി 2 ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. അതുള്ളാകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിയും. അത് നെക്സ്റ്റ് ഡേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.